നമസ്കാരം. ശക്തമായ ജനപിന്തുണയുടെ പിൻബലത്തിലാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റത്. എന്നാൽ രണ്ടാം പിണറായി സർക്കാർ ആകുമ്പോഴേക്കും ഈ പിന്തുണ പകുതിയോളം കുറഞ്ഞിരുന്നു. ഇപ്പോൾ അധികാരം ഇടതുമുന്നണിക്ക് നഷ്ടമായ അവസ്ഥയിൽ പിണറായിക്കുള്ള ജനപിന്തുണയും അസ്തമിച്ച അവസ്ഥയിലാണ്. പ്രതിപക്ഷ നേതാവായി പാർട്ടി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തെങ്കിലും പാർട്ടിയിലും മുന്നണിയിലും പിണറായിയുടെ പിടി അയയുകയാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയുടെ പേരിൽ പാർട്ടിയിലും മുന്നണിയിലും നിലവിൽ പൊട്ടിത്തെറിയാണ്. ഈ ഘട്ടത്തിൽ തന്നെയാണ് പ്രതിപക്ഷ നേതൃസ്ഥാനവും പിണറായിക്ക് ഏറ്റെടുക്കേണ്ടി വന്നത്. 9 പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ 2 ഭരണത്തിലും സഭയിൽ പിണറായിക്കൊപ്പം ഉണ്ടായിരുന്നപ്പോൾ ഇപ്പോൾ പിണറായി അടക്കം 4 പേർ മാത്രമാണ് സഭയിൽ ഒപ്പമുള്ളത്. 140 അംഗസഭയിൽ ആകെ 35 അംഗങ്ങൾ മാത്രമാണ് ഇടതു മുന്നണിയിൽ നിന്നും സഭയിലെത്തിയത്. ഇത് പ്രതിപക്ഷത്തിൻ്റെ മൊത്തം പ്രകടനത്തെ ബാധിക്കുകയും ചെയ്യും. പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സഭ സമ്മേളിക്കുമ്പോൾ കൂടുതൽ നേരം പിണറായിക്ക് സഭയിൽ ഇരിക്കേണ്ടിയും വരും. തിരഞ്ഞെടുപ്പ് തോൽവിയോടെ ശക്തമായ വിമർശനങ്ങളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത്. PBയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നുവരെ വിമർശനം അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നു. കഴിഞ്ഞ 2 പിണറായി ഭരണത്തിലും പാർട്ടിയിലും മുന്നണിയിലും വലിയ റോൾ കൈയാളിയിരുന്നത് പിണറായി തന്നെയായിരുന്നു. അതുകൊണ്ടുതന്നെ LDF ഏറ്റുവാങ്ങിയ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ വലിയ ഭാരവും അദ്ദേഹത്തിൻ്റെ ചുമലിൽ തന്നെയാണ് വന്നു പതിച്ചത്. LDFിൻ്റെ തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായിക്കില്ലെന്ന് CPM വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും പരാജയപ്പെട്ടപ്പോൾ ഉത്തരവാദിത്തം വന്നു പതിച്ചത് അദ്ദേഹത്തിൻ്റെ ചുമലിൽ തന്നെയാണ്. ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പിണറായിക്കെതിരെ മുറവിളി ഉയരുകയാണ്. പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ വേണ്ട എന്നാണ് പത്തനംതിട്ട, കൊല്ലം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ നിന്നും ആവശ്യം ഉയർന്നത്. മുന്നണിയെ നയിച്ച് ഭരണം പോയിട്ടും പ്രതിപക്ഷ നേതാവായി തുടരുന്നത് ശരിയല്ലെന്ന വിമർശനമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ നിന്നും ഉയരുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലി ശരിയായിരുന്നില്ല. സെക്രട്ടേറിയറ്റിൽ ഒരു കോട്ട കെട്ടി അതിനുള്ളിലായിരുന്നു മുഖ്യമന്ത്രി. മാധ്യമങ്ങൾക്കും പാർട്ടി പ്രവർത്തകർക്ക് പോലും അവിടേക്ക് പ്രവേശനം നിഷേധിച്ചു. വലിയ തിരുത്തലാണ് പാർട്ടിയിൽ ആവശ്യമുള്ളത്. പിണറായിക്കെതിരെ ഉയർന്ന ശക്തമായ വിമർശനം തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനും നേർക്കുണ്ട്. ഇതെല്ലാം പാർട്ടി തള്ളിക്കളയുന്നുണ്ടെങ്കിലും വിമർശനം ശക്തമാകുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥയിൽ പ്രതിപക്ഷ നേതൃപദവി പിണറായിക്ക് ഒരു മുൾക്കിരീടം തന്നെയാകും. തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പ്രശ്നങ്ങൾ അദ്ദേഹം എങ്ങനെ പ്രതിരോധിക്കുമെന്നാണ് ഇനി അറിയാനുള്ളത്.